ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സാമിനേഷൻ, സെമസ്റ്റർ എക്സാംസ് ഓർ ഫൈനൽ എക്സാംസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്കൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. യു ആർ എ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ഓപ്പൺ എ ന്യൂ സ്മാർട്ട് ഫോൺ. നിങ്ങളോട് ഒരു സാഹചര്യം തന്നിട്ട്, ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ എഴുതാൻ ആവശ്യപ്പെട്ടേക്കാം. എക്സിക്യൂട്ടീവ് ഗിവ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോക്കസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണേ. അല്ലാതെ എനിക്കൊന്നും ഇൻസ്ട്രക്ഷൻ എഴുതാൻ അറിയില്ല, ഞാൻ കുറച്ച് ഹായ് ഹലോ എന്നെല്ലാം എഴുതിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻ എന്തോ അതാണ് എഴുതേണ്ടത്. ഫോക്കസ് ഇൻസ്ട്രക്ഷനിലാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എഴുതാൻ പഠിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ ഈ പേജ് നമ്പർ 32-ലെ എക്സാമ്പിൾസ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ അപ്കമിങ് എക്സാമിനേഷൻ. പലരും എന്നോട് ചോദിച്ചു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ. ഞാൻ ഈ ക്ലാസ്സുകളിൽ അതും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു വീഡിയോ ക്ലാസ് തീർച്ചയായിട്ടും വരുന്നുണ്ടാവും, ഫ്യൂച്ചറിൽ വരും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതിൽ ഈ ടെക്സ്റ്റിലുള്ള ഏറ്റവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ക്ലാസ്. അതുപോലെ തന്നെ ഞാനൊരു ലൈവ് സെഷനും ചെയ്യാമെന്ന് വിചാരിക്കുന്നു, സെയിം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഹലോ, വെൽക്കം ടു ദ വീഡിയോ. In today's class, we will be continuing with Unit 3, Module 1, Unit 3-യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്ന സെക്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗിവിംഗ് ഡിറക്ഷൻസ് ചർച്ച ചെയ്യുകയുണ്ടായി. വഴി കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ദിശ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നത്? ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്. നമുക്കൊന്ന് നോക്കിയാലോ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ഓർ ഡിറക്ഷൻസ് ഫോർ കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഓർ ഓപ്പറേറ്റിംഗ് എ സിസ്റ്റം. ഒരു പ്രത്യേക സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്ക് പൂർത്തീകരിക്കുന്നതിനോ ആവശ്യമായ ഘട്ടം ഘട്ടമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളെയാണ്, ഗൈഡൻസിനെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ബട്ട് ഹൗ ടു ഡിഫൈൻ ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ്, അത് ആ സെൻറ്റൻസിലുണ്ട്. ഓർമ്മിച്ച് വെക്കാണ്ടെല്ലാം ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് വരുന്ന എക്സാമിനേഷന് ചോദ്യം വരിക വാട്ട് ഈസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്നായിരിക്കും. അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ എഴുതേണ്ടി വരിക 2 or 3 സെൻറ്റൻസസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് വി ഷുഡ് ബി നോയിങ് ഹൗ ടു ഡിഫൈൻ വാട്ട് ഇൻസ്ട്രക്ഷൻസ് ആർ. നമുക്ക് നമ്മുടെ മനസ്സിലറിയായിരിക്കും വാട്ട് ഇസ് ഇൻസ്ട്രക്ഷൻ. നിർദ്ദേശം കൊടുക്കുക എന്താ നമുക്ക് എല്ലാവർക്കും അറിയില്ല, എത്ര വലിയ കാര്യമാണോ. പക്ഷേ അതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക ഇൻ ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. This is also a crucial aspect of technical communication as it aims to ensure that users can effectively and safely carry out specific actions or procedures. അതായത് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്. ബിക്കോസ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സാങ്കേതികമായ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യൂസേഴ്സ് ക്യാൻ ഇഫക്റ്റീവ്ലി ആൻഡ് സേഫ്ലി ക്യാരി ഔട്ട് സ്പെസിഫിക് ആക്ഷൻസ്. അത് ഒരു പ്രത്യേക പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിക്കുന്നവർ അത് കൃത്യമായി അതിൻ്റെ ഉപയോഗങ്ങൾ നിർദ്ദേശിച്ച രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അതാണ് ഇവിടെ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രക്ഷൻസിലാണ് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങുന്നു, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ കൺട്രോൾ മാനുവലിൽ നിർദ്ദേശങ്ങളായി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവലിൽ ഉണ്ടാവും. യൂസേഴ്സ് മാനുവൽ നമ്മൾ വായിച്ചു നോക്കി അതനുസരിച്ച് ചെയ്യുന്നു. ഇനി അത് മനസ്സിലാവാത്തവർ കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരോട് ചോദിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രബിൾ ഷൂട്ടിംഗ് കാണുന്നു, ഒരു പ്രത്യേക സിഗ്നൽ കാണുകയാണ്, എറർ കാണിക്കുകയാണ്. അപ്പം നമുക്കറിയില്ല എങ്ങനെ അത് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു, അവർ പറഞ്ഞു തരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യം നിങ്ങൾ ഇന്ന ബട്ടൺ ഞെക്കുക, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ പ്രവർത്തിപ്പിക്കുക, ഇന്ന രീതിയിൽ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. ഇതുപോലെയാണ്. അപ്പം ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. ഓവറോൾ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർസ് കെയർഫുൾ പ്ലാനിങ്, attention to detail, and a focus on meeting the needs of the target audience. അപ്പോൾ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻ നൽകുന്നതിന് ആവശ്യം? റിക്വയർസ് കെയർഫുൾ പ്ലാനിങ്. ഇന്ന് കെയർഫുൾ പ്ലാനിങ് വേണം, നല്ല രീതിയിൽ
പ്ലാൻ ചെയ്യണം, എന്താണ് പറയേണ്ടത് എന്നുള്ളത്. 2 അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്, വിശദ വിവരങ്ങൾക്ക് ശ്രദ്ധാപൂർവം സമയം അനുവദിക്കുക, അവയെ ശ്രദ്ധാപൂർവം അറേഞ്ച് ചെയ്യുക, പറയുക. ആൻഡ് ഫോക്കസ് ഓൺ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. ആരോടാണോ പറയുന്നത്, ആരോടാണ് നിർദ്ദേശങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പങ്കുവയ്ക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുക. By following best practices and principles of effective communication, you can create instructions that empower users to successfully complete tasks and achieve their objectives. Effective communicationന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ സാധിക്കും. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് എന്താണ് എന്നുള്ളത് നമുക്ക് തൊട്ട് മുമ്പിലത്തെ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പേജ് നമ്പർ ഏകദേശം നമുക്ക് പേജ് നമ്പർ ഒരു 12, 13 ആ സ്ഥലത്ത് കാണാൻ സാധിക്കും. നമ്മൾ പേജ് നമ്പർ 12, 13 ഒക്കെ കാണാം. ടെക്നീക്സ് ഓഫ് എഫക്റ്റീവ് സ്പീക്കിംഗ്, ആസ്പെക്ട്സ് ഓഫ് എഫക്റ്റീവ് സ്പീക്കിംഗ്, ഇതൊക്കെ. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ചില ബേസിക് ഐഡിയാസ് അവിടെ നമ്മൾ കാണുന്നുണ്ട്. പേജ് നമ്പർ പറഞ്ഞു നോക്കുക, അവിടെ നിന്ന് ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്, പ്രത്യേകമായിട്ട് മുൻ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് യൂണിറ്റ് 2ൻ്റെ ക്ലാസ്സുകൾ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് എന്താണ് ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നീക്സ് എന്നുള്ളത്. അപ്പോൾ അത്തരം ടെക്നീക്സ് നമ്മൾ കൃത്യമായി പ്രാക്ടിക്കലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇൻസ്ട്രക്ഷൻസും നന്നായിട്ട് തന്നെ നൽകുവാൻ സാധിക്കും. ഇനി ടാസ്ക് 5ലേക്ക് പോകാം. നമുക്ക് ടാസ്ക് 5 ആണ്. നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. Amol has drafted instructions on how to write a book review. Complete them with words from the box. Note all words need not be used. അമോൽ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഒരു ബുക്ക് റിവ്യൂ എഴുതാമെന്ന വിവരം ശേഖരിച്ച് ഒരു നിർദ്ദേശം തയ്യാറാക്കിയിരിക്കുന്നു, ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ വിട്ട ഭാഗമുണ്ട്, അതിനെ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് വെച്ച് വേണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ബോക്സിൽ ടാസ്ക് 5 എന്ന് എഴുതിയതിൻ്റെ താഴെയായി കണ്ടോ, ആ വേർഡ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തുകൊണ്ട് വേണം തൊട്ടടുത്ത പേജിലുള്ള വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുന്നതിന് വേണ്ടി. എല്ലാ വേർഡ്സും ഉപയോഗിക്കണമെന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് കറക്കി കുത്തുന്ന സമയത്ത് കുറേ വേർഡ്സ് ഉപയോഗിക്കും, ബാക്കി വരുന്നത് അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ എല്ലാ വേർഡ്സ് ഉപയോഗിക്കണമെന്നില്ല എന്നും പറയുന്നുണ്ട്. ഹൗ ടു റൈറ്റ് എ ബുക്ക് റിവ്യൂ. അമോൽ തയ്യാറാക്കിയ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രാഫ്റ്റിംഗ് എ ബുക്ക് റിവ്യൂ അലൗസ് റീഡേഴ്സ് ടു ഷെയർ ദെയർ തോട്ട്സ് ആൻഡ് ഇൻസൈറ്റ്സ് അബൌട്ട് എ ബുക്ക്. ഒരു ബുക്ക് റിവ്യൂ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് റീഡേഴ്സിന് അവരുടെ ചിന്തകളും അവരുടെ ഉൾക്കാഴ്ചകളും ഇൻസൈറ്റും, ഒരു പുസ്തകത്തെക്കുറിച്ച് ഉള്ള ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകൾ, ചിന്തകൾ, അവയെ പങ്കുവയ്ക്കാൻ ബുക്ക് റിവ്യൂ സഹായിക്കുന്നു. യു ക്യാൻ ഫോളോ ദീ സ്റ്റെപ്സ് ടു റൈറ്റ് ആൻ എൻഗേജിങ് ആൻഡ് ഡാഷ് ബുക്ക് റിവ്യൂ ഓൺ എനി ബുക്ക് ഓഫ് യുവർ ചോയ്സ്. താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് എൻഗേജിങ് ആയ, വായനക്കാരുമായി ഇൻട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡാഷ് ബുക്ക് റിവ്യൂ എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബുക്കിനെ കുറിച്ചും. അവിടെ ഇൻഫർമേറ്റീവ് എന്ന വേർഡ് ഉപയോഗിക്കാം. ഇൻഫർമേറ്റീവ് ബുക്ക് റിവ്യൂ, അതായത് വിവരങ്ങൾ നൽകുന്ന ബുക്ക് റിവ്യൂ, അറിവ് പകരുന്ന ബുക്ക് റിവ്യൂ. ഇൻഫർമേറ്റീവ് എന്നാണ് ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ വിട്ടുപോയ ഭാഗത്തുള്ള ആൻസർ. 2, thoroughly read the book and take notes on key points. നന്നായി ബുക്ക് വായിക്കുക, കീ പോയിന്റ്സ്, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ടായി എഴുതിയെടുക്കുക. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, കൺസിഡർ ദ ബുക്സ് ജോൺറ ആൻഡ് ടാർഗറ്റ് ഡാഷ്. ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കുക. 3, ഡിറ്റർമിൻ ദി ഓഥേഴ്സ് ഇൻറ്റൻഡഡ് മെസ്സേജ് ഓർ ഡാഷ്. എഴുത്തുകാരൻ്റെ സന്ദേശം എന്തെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡാഷ്. പേർപ്പസ്, ലക്ഷ്യം എന്താ പുസ്തകം എഴുതാൻ, അത് പേർപ്പസ് എന്ന് പറയാം. മൂന്നാമത്തെ ആൻസർ പേർപ്പസ്. 4, പ്ലാൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ, സമ്മറി, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക, സമ്മറി, അതുപോലെ തന്നെ അനാലിസിസ്, കൺക്ലൂഷൻ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. 5, പ്രൊവൈഡ് ബുക്ക് ഡീറ്റെയിൽസ് ആൻഡ് എ പ്രിവ്യൂ ഓഫ് ദ മെയിൻ പോയിന്റ്സ്. ബുക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മെയിൻ പോയിന്റ്സ് ഫ്രണ്ടിലൊരു പ്രിവ്യൂ പോലെ തുടക്കത്തിൽ പ്രൊവൈഡ് ചെയ്യുക. ഗിവ് എ ബ്രീഫ് ഡാഷ് ഓഫ് ദ പ്ലോട്ട്, ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ്. ഗിവ് എ ബ്രീഫ് ഡാഷ്, എന്താ കൊടുക്കുക, ഗിവ് എ ബ്രീഫ് ഡാഷ്
ഓഫ് ദ പ്ലോട്ട്, ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ്. പ്ലോട്ടിൻ്റെയും അതായത് കഥാതന്തുവിൻ്റെയും കഥാപാത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വിഷയങ്ങളുടെയും ഒക്കെ ചുരുക്കരൂപം കൊടുക്കുക. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. പക്ഷെ താഴെ അങ്ങനെ ഒരു വേർഡി ബോക്സിൽ കൊടുത്തിട്ട് കാണുന്നില്ല. ഫിലിം റിവ്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓഡിയൻസ്, ബുക്ക് റിവ്യൂ, അണ്ടർസ്റ്റാൻഡിങ്, ഇൻഫർമേറ്റീവ്, പേർപ്പസ്. നമുക്ക് അവിടെ അതിലുള്ള വേർഡ്സ് ഞാൻ കാണുന്നില്ല. ഇനി മറ്റെന്തെങ്കിലും വേർഡ്സ് അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് എൻ്റെ ഈ പുസ്തകത്തിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടത് ആകെ കൂടി 6 വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വേർഡ്സിലൊന്നും നമുക്ക് നോക്കിയ കാര്യങ്ങൾ, ഈ പ്രത്യേക നോക്കുന്ന കാര്യമില്ല. ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ എന്ന വാക്കുണ്ടോ ഇവിടെ? ഇല്ല. സോ അത് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ഇല്ല. ഇവാലുവേറ്റ് സ്ട്രെങ്സ്, വീക്ക്നെസ്സസ്, റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് തീംസ് ഓഫ് ദ ബുക്ക്. ബുക്കിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ശക്തി എന്താണ്, ദൗർബല്യം എന്താണ്, റൈറ്റിംഗ് സ്റ്റൈൽ, ശൈലി എന്താണ്, അതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്, സബ്ജക്ട് മാറ്റർ എന്താണ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക, വിശകലനം ചെയ്ത് വിലയിരുത്തുക. ഇഫ് പോസിബിൾ ആൻഡ് റെലവൻറ്റ് കമ്പയർ ദ ബുക്ക് ടു അതർ സിമിലർ ബുക്സ്. സാധ്യമെങ്കിൽ സമാനമായ പുസ്തകങ്ങളുമായി കമ്പയർ ചെയ്യുക. 8. ഓഫർ ഡാഷ് ഫോർ പൊട്ടൻഷ്യൽ റീഡേഴ്സ്. ഓഫർ ഫീഡ്ബാക്ക് ഫോർ പൊട്ടൻഷ്യൽ റീഡേഴ്സ്. Summarize the main points and write a final evaluation. Now you are done. Congratulations on completing your book review. അവിടെ നമുക്ക് ബുക്ക് റിവ്യൂ എന്ന ആ വേർഡ് ഇപ്പറുണ്ട്, അത് തന്നെ ചേർക്കാം. ഷെയർ യുവർ ഇൻസൈറ്റ്സ് ടു ഹെൽപ്പ് അതേഴ്സ് ഡിസ്കവർ ദ ബുക്ക് ആൻഡ് ദി ഓഥർ. അപ്പോൾ ഇതിൽ 1-2 വേർഡ്സ് ഇപ്പം ഇല്ല, നമ്മൾ ഇല്ലാത്ത വേർഡ്സാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല. അവിടെ ഫിലിം റിവ്യൂ എന്നൊക്കെ കാണുന്നുണ്ട്. സോ നമുക്കത് പറയാൻ പറ്റില്ല, ആ ഒരു വാക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഇവിടെ. അപ്പോൾ ഒരുപക്ഷെ അച്ചടിയുള്ള തെറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, വേർഡ്സ് മാഞ്ഞു പോയതോ എന്താണെന്ന് അറിയില്ല. എക്സാമ്പിൾസ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആണ് അടുത്തത്. നിർദ്ദേശം കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, റെസിപ്പി ഇൻസ്ട്രക്ഷൻസ്. എങ്ങനെ കുക്ക് ചെയ്യാം, എങ്ങനെ പാചകം ചെയ്യാമെന്ന നിർദ്ദേശങ്ങൾ. To bake chocolate chip cookies, preheat the oven to 350 Fahrenheit or 180 degrees Celsius. In a mixing bowl, mix the butter and sugar together until light and fluffy. Add eggs and vanilla extract and beat well. In separate bowl, combine flour, baking soda, and salt. Gradually add the dry ingredients to the wet ingredients, mixing until well incorporated. Throw in some chocolate chips. Drop spoonfuls of dough into a greased baking sheet and bake for 10 to 12 minutes or until golden brown. വളരെ നാമമാത്രമായ വാക്കുകളും കൃത്യമായ നിർദ്ദേശങ്ങളുമാണ്. ഓരോന്ന് ഏത് പാത്രം ഉപയോഗിക്കണം, ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണം, അല്ലേ? ഓരോന്ന് ഇൻഗ്രീഡിയൻ്റ്, ഓരോ പാത്രത്തിൻ്റെ പോലും. നോക്കിയേ, ഓണ് ലാസ്റ്റ് ലൈൻ നോക്കിയേ, ഓണ് ഗ്രീസ്ഡ് ബേക്കിംഗ് ഷീറ്റ്. ബേക്കിംഗ് ഷീറ്റിൽ ഗ്രീസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എണ്ണമയം ഉണ്ടായിരിക്കണം. അങ്ങനെ വളരെ വ്യക്തമായിട്ടാണ് റെസിപ്പിയിൽ ഉണ്ടാവുക. 10 മുതൽ 12 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണമെന്ന് പോലും ഉണ്ട്. അപ്പോൾ സമയം പോലും വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് റെസിപ്പി ഇൻസ്ട്രക്ഷൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ റെസിപ്പി ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അവിടെ നമ്മൾ സ്പെസിഫിക് ഫീച്ചേഴ്സ് നോട്ട് ചെയ്യണം. എന്തൊക്കെയാണ് അത്? ഒന്ന്, ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നു, ഇത്ര ടൈം കുക്ക് ചെയ്യണം, ഇന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് പാത്രം ഉപയോഗിക്കണം, ഇന്ന ഇൻഗ്രീഡിയൻസ്, കൃത്യമായ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്, അതും ഉപയോഗിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ സ്മാർട്ട് ഫോൺ. To power on the smartphone, press and hold the power button located on the side of the device until the screen lights up. Once powered on, swipe up or enter your PIN code to unlock the device. To make a call, open the phone app and dial the desired number using the keypad. Press the green call button to initiate the call and adjust the volume using the side buttons as needed. ഇതൊക്കെ ഒരു സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ വളരെ കൃത്യമാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ സ്വിച്ച് പ്രസ് ചെയ്യണം, അത് എപ്പോൾ പ്രസ് ചെയ്യണം, ഇനി എങ്ങനെ ഒരു ഫോൺ ഡയൽ ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ. Now exercise instructions. To perform a push-up, start up assuming a plank position with your hands shoulder width apart
and your body in a straight line from head to heels. Lower your chest towards the floor by bending your elbows, keeping them close to your body. Once your chest nearly touches the ground, push through your palms to straighten your arms and return to the starting position. Repeat as many times as you need to. എങ്ങനെ പുഷപ്പ് എടുക്കാം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് പുഷപ്പ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക. കൃത്യമായി എവിടെ ഹാൻഡ്സ് പ്ലേസ് ചെയ്യണം, എങ്ങനെ ബോഡി പ്ലേസ് ചെയ്യണം, ഗ്രൗണ്ടിൽ എല്ലാം പറഞ്ഞിരിക്കുന്നു. ക്ലാസ് റൂം അസൈൻമെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. Next one. To complete a research paper assignment, begin by selecting a topic that interests you and conducting thorough research using reputable sources. Write a clear thesis statement that outlines the main argument of your paper. Organize your research findings into an outline and use this outline to structure your paper with an introduction, body, paragraphs, and a conclusion. Be sure to cite your sources properly using the appropriate citation style. എങ്ങനെ ഒരു റിസർച്ച് പേപ്പർ എഴുതാം, അതിൻ്റെ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിസർച്ച് പേപ്പർ എഴുതുക? ഫസ്റ്റ് ഓഫ് ഓൾ റിപ്യൂട്ടബിളായ സോഴ്സസ് ഉപയോഗിക്കുക, തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക, ഔട്ട്ലൈൻ തയ്യാറാക്കുക. ഇങ്ങനെ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ വരെ, അതായത് എങ്ങനെ സൈറ്റേഷൻസ് തയ്യാറാക്കാമെന്ന കാര്യം വരെ പറഞ്ഞിരിക്കുന്നു. ഒരു നോട്ടും കൊടുത്തിരിക്കുന്നു, നോക്കാം എന്താണത്. ട്രൈ ടു യൂസ് പ്രിസൈസ് വേർബ്സ് വെൻ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. കൃത്യമായ വേർബ് ഉപയോഗിക്കണം. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ് വേർബ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് എഴുതുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ ആൻ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഇസ് ദ വേർബ്. ബിക്കോസ് വിത്തൗട്ട് എ വേർബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് cannot have a sentence. We cannot write sentences without verbs. വേർബ്സ് ഇല്ലാതെ സെൻറ്റൻസ് എഴുതാൻ സാധ്യമല്ല. ഇൻ എവറി സെൻറ്റൻസ്, ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നത് എളുപ്പം ഓർമ്മിക്കാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. ഇൻ എവറി ഇംഗ്ലീഷ് സെൻറ്റൻസ് സംബഡി ഓർ എനിബഡി ഡസ് സംതിങ്. സംബഡി ഓർ സംതിങ് ഡസ് സംതിങ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. ദാറ്റ് ഈസ് എ സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്. അത് വെറുതെ ഇരിക്കുക ആയിക്കോട്ടെ, വെറുതെ ഒരു അവസ്ഥയിലായിരിക്കുക തൊട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആയിക്കോട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെയ്യുന്ന പോലെ സ്പീക്കിംഗ് ആയിക്കോട്ടെ, ടീച്ചിങ് ഓർ സ്മൈലിംഗ് ഓർ ഈറ്റിംഗ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓർ ജസ്റ്റ് ബീയിങ് സംതിങ്. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ, ആം ബീയിങ്, ഞാൻ ആയിരിക്കുക ആകുന്നു എന്ന അവസ്ഥ. ഇങ്ങനെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് എഴുതണമെങ്കിൽ നിർബന്ധമായും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആക്ടിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് എപ്പോഴും. ആൻഡ് ദീസ് ആക്ടിവിറ്റീസ് ഓർ ആക്ഷൻസ് are often portrayed, often represented, reflected using words. അല്ലേ? ആക്ഷൻ നമ്മൾ എങ്ങനെ കാണിക്കുക? വാക്കുകൾ ഉപയോഗിച്ചല്ലേ? ഇത്തരം വാക്കുകളെ പൊതുവെ വിളിക്കുന്ന ക്ലാസിഫിക്കേഷൻ്റെ പേരാണ് വേർബ്സ്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ വേർബ്സിനെ കുറിച്ച് അറിയാത്തവർ, ഇനി കൂടുതൽ ക്ലാസ് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. വേർബ്സ് എന്താണ്, അല്ലെങ്കിൽ നൗൺ എന്താണ്, ഇങ്ങനെ ഗ്രാമറിൻ്റെ ബേസിക് സ്ട്രക്ചർ, ബേസിക് ഫോർമാറ്റ് അറിയാത്തവർ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ നോട്ടൊന്ന് നോക്കാം ഒരിക്കൽ കൂടി. പ്രിസൈസ്, കൃത്യമായ വേർബ്സ് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ. നമ്മൾ ഇൻസ്ട്രക്ഷൻ എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സജഷൻ, ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സാമിനേഷൻ, സെമസ്റ്റർ എക്സാംസ് ഓർ ഫൈനൽ എക്സാംസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്കൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. യു ആർ എ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ഓപ്പൺ എ ന്യൂ സ്മാർട്ട് ഫോൺ. നിങ്ങളോട് ഒരു സാഹചര്യം തന്നിട്ട്, ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ എഴുതാൻ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന പോലെ ഒരു കോണ്ടെക്സ്റ്റ് തരികയാണെങ്കിൽ, ഇങ്ങനൊരു കോണ്ടെക്സ്റ്റ് തരാം. അതായത് ഈ സപ്പോസ് യു ആർ എ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, explain or instruct a customer on how to operate a device or how to operate a smartphone. അങ്ങനെ പറഞ്ഞൊരു ചോദ്യം വരികയാണെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. ഇങ്ങനെയും വരാം. മറ്റൊരു ചോദ്യം സാധ്യതയുള്ളത്, റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ഓപ്പറേറ്റ് എ സ്മാർട്ട് ഫോൺ. വെറുതെ റൈറ്റ് ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെയും വരാം. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ വന്നാലും പ്രാധാന്യം കൊടുക്കേണ്ടത്, അതായത് സപ്പോസ് യു ആർ എ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നാൽ ഫോക്കസ് ഒരിക്കലും ഹായ് ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിലല്ല ഫോക്കസ്.
സപ്പോസ് യു ആർ എ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഗിവ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോക്കസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണേ. അല്ലാതെ എനിക്കൊന്നും ഇൻസ്ട്രക്ഷൻ ചെയ്താൽ അറിയില്ല, ഞാൻ കുറച്ച് ഹായ് ഹലോ എന്നെല്ലാം എഴുതിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻ എന്തോ അതാണ് എഴുതേണ്ടത്. ഫോക്കസ് ഇൻസ്ട്രക്ഷനിലാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എഴുതാൻ പഠിക്കുക തന്നെ വേണം. നമ്മൾ ഒരു 3-4 എക്സാമ്പിളാണ് ഇപ്പോൾ കണ്ടത് ഇൻസ്ട്രക്ഷൻ്റെ, ഗിവിങ് ഇൻസ്ട്രക്ഷൻ്റെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ഈ ഒരു സെക്ഷനിൽ, ഇൻസ്ട്രക്ഷൻസിൽ. അപ്പോൾ ഗിവിങ് ഇൻസ്ട്രക്ഷൻ, വാട്ട് ഈസ് ഇൻസ്ട്രക്ഷൻ എന്ന് പഠിക്കുക, ഡെഫിനേഷൻ. പിന്നെ നമ്മൾ ഈ പേജ് നമ്പർ 32-ലെ എക്സാമ്പിൾസ് ഓഫ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ അപ്കമിങ് എക്സാമിനേഷൻ. പലരും എന്നോട് ചോദിച്ചു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാം. ഞാൻ ഈ ക്ലാസ്സുകളിൽ അതും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് ഞാനും മാർക്ക് ചെയ്ത് വെക്കാം. ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ ഇത് ഒരുമിച്ച് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പറയുന്ന ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യാം. ഒരു വീഡിയോ ക്ലാസ് തീർച്ചയായിട്ടും വരുന്നുണ്ടാവും, ഫ്യൂച്ചറിൽ വരും. അതാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതിൽ ഈ ടെക്സ്റ്റിലുള്ള ഏറ്റവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ക്ലാസ്. അതുപോലെ തന്നെ ഞാനൊരു ലൈവ് സെഷനും ചെയ്യാമെന്ന് വിചാരിക്കുന്നു, സെയിം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ. ഫോർ എക്സാമ്പിൾ, അവോയ്ഡ് എ വെരി ജനറിക് വേർബ് ടേക്ക്. ടേക്ക് എന്നുള്ളത് പോലുള്ള വേർബുകൾ അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ ബട്ടർ നൈഫ്, സ്പ്രെഡ് ദ ബട്ടർ ഈവൻലി. അത്തരം ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓവർ റിട്ടൺ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻസ് ഓവർ റിട്ടൺ ആവുകയും ചെയ്യും ചിലപ്പം. അതായത് നിസ്സാരമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റെസിപ്പി തന്നെയാണെങ്കിൽ ടു ബേക്ക് ചോക്ലേറ്റ് കുക്കി, ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ദി അവൻ എന്ന് പറഞ്ഞു. പ്രീ ഹീറ്റ് ദി അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ സ്വിച്ച് ഓൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലിപ്പ് ദ സ്വിച്ച് ടു ഓൺ പൊസിഷൻ എന്നൊക്കെ നമുക്ക് ഓപ്പൺ ദ ഡോർ ഓഫ് ദി അവൻ, ഇങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനും ഓവറായിട്ട് എഴുതരുത്. ഒരുപാട് ഇൻഫർമേഷൻ കുത്തി നിറയ്ക്കരുത് അനാവശ്യമായ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയ കാര്യങ്ങൾ എഴുതരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് ഇവിടെ ടേക്ക് എന്നൊക്കെയുള്ള വേർബ് ഒഴിവാക്കണമെന്ന്. ഓക്കെ, ബേസിക്കലി ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ദോശ ചുടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റൗ കത്തിക്കണം എന്ന് പറയണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദോശക്കല്ല് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ മതി. സ്റ്റൗ കത്തിക്കുക, അല്ലെങ്കിൽ സ്റ്റൗ കത്തിക്കുന്നതിന് വേണ്ടി തീപ്പെട്ടി എടുക്കുക, അല്ലെങ്കിൽ ലൈറ്റർ എടുക്കുക, ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം ഇവിടെ, മറ്റൊരു ഉദാഹരണം അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റൈറ്റ് സ്പ്രെഡ് ദ ബട്ടർ വിത്ത് ദ ബട്ടർ നൈഫ്. ദിസ് റിഡ്യൂസസ് ദ നമ്പർ ഓഫ് വേർഡ്സ് യൂസ്ഡ് മേക്കിംഗ് ദി ഇൻസ്ട്രക്ഷൻ ക്രിസ്പ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ പറയുകയാണ്, ടേക്ക് ദ ബട്ടർ നൈഫ് എന്ന് പറയണ്ട, മറിച്ച് ഇൻസ്ട്രക്ഷനിൽ തന്നെ ബട്ടർ നൈഫ് ഉപയോഗിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പറയാം, സ്പ്രെഡ് ദ ബട്ടർ വിത്ത് ബട്ടർ നൈഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ടേക്ക് ദ ബട്ടർ നൈഫ്, ക്ലീൻ ഇറ്റ് എന്നൊന്നും അതേ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്പ്രെഡ് ദ ബട്ടർ വിത്ത് ബട്ടർ നൈഫ്. അതുപോലെ തന്നെ നമുക്കും എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അത് പരമാവധി ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുക. പിന്നെ അണ്ടർസ്റ്റുഡായ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാം. എങ്കിലും കൃത്യമായി ആലോചിക്കണം ഏതൊക്കെയാണ് അണ്ടർസ്റ്റുഡായ കാര്യം എന്നുള്ളത്. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ കാര്യമാണെങ്കിൽ പവർ ഓൺ, സ്വിച്ച് ഓൺ ചെയ്യണം എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്. അതൊക്കെ പറയേണ്ട കാര്യമാണ്. പലപ്പോഴും കസ്റ്റമേഴ്സിന് അറിയണമെന്നില്ല എവിടെയാണ് സ്വിച്ച് ഓൺ ബട്ടൺ ഉണ്ടാവുക എന്നും ആർക്കും അറിയണമെന്നില്ല, അല്ലെ? പുതിയ ഫോണൊക്കെ വാങ്ങുമ്പോൾ പല സ്ഥലത്തൊക്കെ ആയിരിക്കും ഈ സ്വിച്ച് ഓൺ ബട്ടണൊക്കെ ഉണ്ടാവുക. സോ വി ഡോണ്ട് നോ. അപ്പോൾ നമ്മൾ അത്തരം ഇൻസ്ട്രക്ഷൻസും ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. എങ്കിലും വളരെ ശ്രദ്ധിച്ച് മാത്രം ഇൻസ്ട്രക്ഷൻസ് എഴുതുക, വളരെ ചുരുങ്ങിയ വാക്കുകൾ എഴുതുക. ഇൻസ്ട്രക്ഷൻസ് തുടങ്ങുന്നതൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ടു പവർ ഓൺ എ സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ടു ബിഗിൻ റിസർച്ച് പേപ്പർ, ഇങ്ങനെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വെച്ചുകൊണ്ട് തുടങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് ബിഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ബിഗിൻ വിത്ത് ഡാഷ്, ബിഗിൻ വിത്ത് സ്വിച്ചിങ് ഓൺ ദ സ്മാർട്ട് ഫോൺ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ ചില കോമൺ കാര്യങ്ങളാണ്, ഓർത്തു വെക്കുക. പിന്നെ നിർദ്ദേശങ്ങളിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് എഴുതുമ്പോൾ ഷോർട്ടായി എഴുതുക. മാക്സിമം ഒരു 5-6 വരി, 5-6 സെൻറ്റൻസ് അത്രയൊക്കെ വേണ്ടൂ. അതനുസരിച്ച് ചെയ്യുക മാക്സിമം. നമ്മുടെ മൈൻഡിൽ ഇതിനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് കട്ട് ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമ്മളോട് ഇൻസ്ട്രക്ഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം. ഓക്കെ, എന്നിട്ട് അതിൽ കാണുന്ന നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ കാര്യം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, അത് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ ഉണ്ടാവാം നമ്മുടെ ഇമാജിനേഷനിൽ. നമ്മൾ ഈ ഒരു സംഭവം കാണുമ്പോൾ
അതിൽ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ചില സ്റ്റെപ്പുകൾ ഉണ്ടാവാം. ആ സ്റ്റെപ്പുകൾ എഴുതി വെക്കുക ആദ്യം. അത് നമ്മുടെ റഫ് വർക്കിൻ്റെ ഷീറ്റിലോ അവിടെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ്റെ മുകളിൽ എഴുതിക്കൂടാ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ക്വസ്റ്റ്യൻ്റെ മുകളിൽ എഴുതുക എന്നുള്ളത് മാൽ പ്രാക്ടീസ് ആണ്. ഇറ്റ് ഈസ് നെവർ അലൗഡ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ എഴുതരുത്. റഫ് വർക്കിനുള്ള സ്പേസ് ഉണ്ടാവും, അവിടെ ജസ്റ്റ് ഈ മെയിൻ പോയിന്റ്സ് എഴുതുക. ഇനി അതൊന്നും പറ്റുന്നില്ല, ജസ്റ്റ് മനസ്സിൽ നമ്പർ ഇട്ട് നമ്മൾ ആലോചിക്കുക, അതൊക്കെ ആയിരിക്കും ഈ മെയിൻ പോയിന്റ്സ് എന്നുള്ളത്. എന്നിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് എന്താ പറയുക, സെക്കൻഡ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റാണ് ഓർമ്മിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം ഈ ഇൻസ്ട്രക്ഷൻസ് എഴുതേണ്ടത്. തുടക്കം എപ്പോഴും അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കണം. പിന്നെ അത് ക്രമേണ ഓരോ സ്റ്റെപ്പായി ഓരോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ് ഒരു വ്യക്തി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അത് തുടരണം. ഇത്തരത്തിലാണ് ഇൻസ്ട്രക്ഷൻ എഴുതേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇനി നമുക്ക് ടിപ്സ് ഫോർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസിലേക്ക് പോകാം. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ ആണ്. കൃത്യതയും വ്യക്തതയുമാണ്. കൃത്യതയില്ലാതെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ്, വ്യക്തമാവില്ല, അല്ലെ, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. വ്യക്തവും കൃത്യവുമായിരിക്കണം. ലീവിങ് നോ റൂം ഫോർ ആംബിഗ്വിറ്റി ഓർ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മീനിങ് ആണ്. അതുപോലെ തന്നെ എന്താണ്, മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, ദുർവ്യാഖ്യാനങ്ങളാണ്. ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡബിൾ മീനിങ്ങോ അങ്ങനെ അവ്യക്തതകളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ഓഡിയൻസ് കൺസിഡറേഷൻ ആണ്. ഓഡിയൻസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് ആർ ടൈലേർഡ് ടു ദ നീഡ്സ് ഓഫ് ദി ഓഡിയൻസ് നമ്മൾ പരിഗണിക്കണം. നോളജ് ലെവൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. അതുപോലെ തന്നെ നോളജ് ലെവലും പരിഗണിക്കണം, അവരുടെ ബാക്ക്ഗ്രൗണ്ടും പരിഗണിക്കണം. എന്നിട്ട് വേണം നമ്മൾ നിർദ്ദേശം കൊടുക്കാൻ. നമ്മൾ ഉദാഹരണത്തിന് കോളേജ് സ്റ്റുഡൻസിനോട് പറയുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ ഒരിക്കലും ചെറിയ കുട്ടികളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ഏജ് ഗ്രൂപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, you must consider factors such as the user's familiarity with the subject matter, language proficiency, and any specific prerequisites or assumptions they might have. ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി നോക്കണം, സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചുള്ള അറിവ് നോക്കണം. ഉദാഹരണത്തിന് വലിയ കോംപ്ലക്സ് ആയ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെറിയ കുട്ടിയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ആരോടാണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. എനി സ്പെസിഫിക് പ്രീറിക്വിസിറ്റ്സ് ഓർ അസംപ്ഷൻസ് ദേ മൈറ്റ് ഹാവ്. ഈ ഓഡിയൻസിലെ നമ്മൾ പറയുന്ന വ്യക്തിക്ക് മുൻധാരണകൾ എന്തെങ്കിലും ഉണ്ടോ, ഇതിനെക്കുറിച്ച് മുൻപിലുള്ള അറിവ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നോക്കണം. അടുത്താണ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ലോജിക്കലി ഓർഗനൈസ്ഡ്. കൃത്യമായി ഓർഗനൈസ്ഡ് ആയിരിക്കണം, അറേഞ്ച് ചെയ്തിരിക്കണം. ആൻഡ് പ്രസൻറ്റഡ് ടു എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. ഇൻ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. നല്ല സ്ട്രക്ചേർഡ് ആയ ഘടനാപരമായ സൗണ്ട് ആയിരിക്കണം. നല്ല ഘടനാപരമായി അത് കേൾക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തോന്നണം. അങ്ങനെയുള്ളൊരു ഫോർമാറ്റിൽ വേണം അവതരിപ്പിക്കാൻ. ദിസ് മേ ഇൻക്ലൂഡ് യൂസിങ് നമ്പേർഡ് ലിസ്റ്റ് ഓർ ബുള്ളറ്റ് പോയിന്റ്സ് ടു ഔട്ട്ലൈൻ ഇൻഡിവിജ്വൽ സ്റ്റെപ്സ്. നിർദ്ദേശങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ. ബുള്ളറ്റ് പോയിന്റ്സ് ഉപയോഗിക്കാം, നമ്പർ ഉപയോഗിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ. ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ആക്ഷൻസ് ടുഗെദർ ആൻഡ് പ്രൊവൈഡിങ് ഹെഡിങ്സ് ഓർ സബ് ഹെഡിങ്സ് ടു ഫെസിലിറ്റേറ്റ് നാവിഗേഷൻ. ഹെഡിങ്സും സബ് ഹെഡിങ്സും അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് വേണം ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ. അതും ശ്രദ്ധിക്കുക. വിഷ്വൽ എയ്ഡ്സ്. അടുത്തത്, incorporating visual aids such as diagrams, models, illustrations or screenshots can enhance the clarity and effectiveness of instructions. നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത്, നിർദ്ദേശം എഴുതുന്ന സമയത്ത് ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ഗ്രാഫിക്സ്, ഗ്രാഫ്, ഇല്ലസ്ട്രേഷൻ, ചിത്രം, മോഡൽസ് അതൊക്കെ ഉപയോഗിക്കാം. ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ആവും. നമ്മുടെ യൂസർ മാനുവലൊക്കെ കണ്ടിട്ടില്ലേ, ചിത്രങ്ങൾ, ബാറ്ററിയുടെയും. ഇപ്പോൾ ഫോണൊക്കെ വാങ്ങി കഴിഞ്ഞാൽ യൂസർ മാനുവൽ ഉണ്ടാവും, അല്ലെ, ബാറ്ററിയുടെയും മറ്റൊക്കെ ചിത്രങ്ങൾ. അല്ലെങ്കിൽ എങ്ങനെ ഓപ്പൺ ആക്കണം, ഏത് സ്വിച്ചാണ്, ഏത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി ആരോ ഒക്കെ വരച്ച് ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ടാവും. വിഷ്വൽസ് ക്യാൻ ഹെൽപ്പ് യൂസേഴ്സ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് കോംപ്ലെക്സ് കോൺസെപ്റ്റ്സ്, വിഷ്വലൈസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈ കീ കമ്പോണൻസ് ഓർ ഫീച്ചേഴ്സ്. വിഷ്വൽസ് ഉണ്ടെങ്കിൽ, ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ യൂസേഴ്സിന് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. കൺസിസ്റ്റൻസി ആൻഡ് ഫോർമാറ്റിംഗ്. അടുത്തതാണ് കൺസിസ്റ്റൻസി. കൃത്യതയും അതുപോലെ നിഷ്ഠയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ. കൺസിസ്റ്റൻസി ഇൻ ടെർമിനോളജി. വാക്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള കൃത്യനിഷ്ഠ. ഒരേ വാക്കുകൾ റിപ്പീറ്റായി ഉപയോഗിക്കുക. വാക്കുകൾ ഒരർത്ഥത്തിൽ ഒരു തവണ ഉപയോഗിച്ച് അടുത്ത അതേ വാക്ക് വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കരുത് എന്നർത്ഥം. ഫോർമാറ്റിംഗ് വ്യക്തമായിരിക്കണം. സ്റ്റൈൽ ഓൾസോ ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുറിംഗ് ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ ഈസി ടു ഫോളോ ആൻഡ് നാവിഗേറ്റ്.
നമ്മൾ എഴുതുന്ന ഇൻസ്ട്രക്ഷൻസ് ഈസിയാണ്, അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മളിത് ശ്രദ്ധിക്കണം. സ്റ്റൈൽ വേണം, ഫോർമാറ്റിംഗ് വളരെ കൃത്യമായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. യു മൈറ്റ് ഹാവ് ടു അഡർ ടു എസ്റ്റാബ്ലിഷ് സ്റ്റൈൽ ഗൈഡ്സ് ഓർ ടെംപ്ലേറ്റ്സ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി അക്രോസ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ നിർദ്ദേശങ്ങൾ എഴുതുന്ന സമയത്ത് അത് ഒരേ രീതിയിലായിരിക്കണം. തുടക്കമൊന്നും ലാസ്റ്റിൽ വേറെ രീതിയിലും ആവാൻ പാടില്ല. വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം. യൂണിവേഴ്സലി എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ചില സ്റ്റൈൽ ഗൈഡുകളുണ്ട്. നിർദ്ദേശങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റൈൽ ഗൈഡുകൾ നോക്കി അതനുസരിച്ച് തന്നെ ചെയ്യുക. ഈ ഉദാഹരണത്തിന് ഇപ്പോൾ റിസർച്ച് പേപ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നിരവധി സ്റ്റൈൽ ഗൈഡ്സ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ സ്റ്റൈൽ ഗൈഡ് ഫോർമാറ്റ്, MLA ഹാൻഡ് ബുക്കിൻ്റെ ഫോർമാറ്റ്. ഇതുപോലുള്ള ഫോർമാറ്റുകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു ഒരു യൂണിവേഴ്സൽ പാറ്റേണിലേക്ക് നമ്മുടെ ഈ പറയുന്ന എഴുത്തിനെ കൊണ്ടുവരാൻ വേണ്ടി. നമ്മൾ വ്യക്തിപരമായ ഇഷ്ടമനുസരിച്ച് തോന്നിയ പോലെ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ യൂണിവേഴ്സലായ ചില ഐഡിയാസ് ഉപയോഗിക്കാം. പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഫോർമാറ്റുകൾ പരമാവധി ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ ചുരുക്കം. നാം ടെസ്റ്റിംഗ് ആൻഡ് ഫീഡ്ബാക്ക് ബിഫോർ ഫൈനലൈസിങ് ഇൻസ്ട്രക്ഷൻസ്. നിർദ്ദേശങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടെസ്റ്റ് ദം thoroughly ടു ഐഡൻറ്റിഫൈ എനി പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഓർ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ടോ, നമ്മൾ എഴുതിയ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർ ആണോ എന്ന് കാണാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ആസ്കിങ് ഫോർ ഫീഡ്ബാക്ക് ഫ്രം യൂസേഴ്സ് ഓർ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ക്യാൻ ഓൾസോ ഹെൽപ്പ് റിഫൈൻ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അഡ്രസ് എനി കൺസേൺസ്. എക്സ്പേർട്ടുകളോട് അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെടുത്ത് ഈ പറയുന്ന മാനുവൽ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഞാൻ എഴുതിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഇല്ലെങ്കിൽ അവർ ഫീഡ്ബാക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എഴുതിയത് വ്യക്തമല്ല, സ്റ്റെപ്പ് വ്യക്തമല്ല, ഒരു സ്റ്റെപ്പ് മിസ്സിംഗ് ആണ്, ഇങ്ങനെ നമ്മൾ എഴുതിയ ഇൻസ്ട്രക്ഷനിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതിക്കൂലേ. അപ്പോൾ ടീച്ചേഴ്സ് പറയും അല്ലേ, ഫസ്റ്റ് പേജ് ഒരു ടൈറ്റിൽ പേജ് കൊടുക്കുക, അടുത്ത പേജിൽ ഇങ്ങനെ എഴുതുക, മാർജിൻ ഇത്ര ഇഞ്ച് മാർജിൻ വിടുക, ഇങ്ങനെ പറഞ്ഞു തരും. അത് ഇൻസ്ട്രക്ഷനാണ്. അപ്പം നമ്മൾ എന്താണ് ചിലപ്പോൾ ഇത് കേട്ടിട്ട് ഇടയ്ക്ക് ചിലപ്പോൾ ടീച്ചർ എന്തെങ്കിലും സ്റ്റെപ്പ് ഇവർക്ക് അറിയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ പറയാതെ വിട്ടുപോകും. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എഴുതിയിട്ട് വരുമ്പോൾ ആയിരിക്കും അതിൻ്റെ ഫോൾട്ട് മനസ്സിലാകുക. അപ്പോൾ നമ്മൾ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണം. അപ്പോൾ ആസ് എ ടീച്ചർ നമ്മൾ ചോദിക്കുമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, അപ്പം നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഓക്കെ, അണ്ടർസ്റ്റുഡ്, നോ പ്രോബ്ലം. മനസ്സിലായില്ല, ഇന്ന സ്റ്റെപ്പ് ക്ലിയർ അല്ല എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമ്മൾ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ കൃത്യമായി മനസ്സിലാകും ഇൻസ്ട്രക്ഷൻ. ഇത്തരത്തിൽ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആരാണ് ഇൻസ്ട്രക്ഷൻ എഴുതുന്നവർ അല്ലെങ്കിൽ കൊടുക്കുന്നവർ, അവരാണ് ഫീഡ്ബാക്ക് എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ എഴുതുന്നെങ്കിൽ ഞാനാണ് അത് മറ്റൊരാളെ കാണിച്ച് ഫീഡ്ബാക്ക് എടുക്കേണ്ടത് എന്നർത്ഥം. ആക്സസിബിലിറ്റി ആൻഡ് ലോക്കലൈസേഷൻ, ഇതാണ് അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. യു ഷുഡ് എൻഷുർ ദ ഇൻസ്ട്രക്ഷൻസ് ആർ ആക്സസിബിൾ ടു ഓൾ യൂസേഴ്സ്. എല്ലാ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ആക്സസിബിൾ ആണ്, വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഇൻക്ലൂഡിങ് ദോസ് വിത്ത് ഡിസബിലിറ്റീസ് ഓർ ലാംഗ്വേജ് ബാരിയേഴ്സ്. ഭാഷ മനസ്സിലാവാത്തവരുണ്ടാവാം, ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി, വായിക്കാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വായനയെ ഇഷ്ടമല്ലാത്തവർ, അങ്ങനെയുള്ളവരുണ്ടാവാം. വായിച്ചാൽ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് വായിച്ച് മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടാവാം. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നതാണ്, അങ്ങനെയുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവർ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കുക എന്ന് എപ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, ഇപ്പോഴും പറയുന്നു. അത്തരക്കാർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ വലിയ ഉപകാരമായിരിക്കും ഇത്. അങ്ങനെയുള്ളവരെ വെച്ചിട്ടാണ്, ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വീഡിയോസ് ഞാൻ തുടങ്ങി വെച്ചതും. വായിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വായിക്കാൻ ഫോക്കസ് കിട്ടുന്നില്ല, വായിക്കാനേ പറ്റുന്നില്ല, ഇരുന്ന് വായിക്കുക എന്നുള്ളത് വലിയ ഒരു പീഡനമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ച് അത് ഒരു അവസ്ഥയാണത്. അത് അവരുടെ കുഴപ്പമാണെന്നല്ല പറയുന്നത്. അത്തരം അവസ്ഥയിൽ അവർ പഠിക്കാൻ എങ്ങനെ അവർക്ക് സാധിക്കും, എങ്ങനെ അവർക്ക് ഈ വിഷയത്തിൽ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യണം, അതിന് ഉള്ള ഒരു ഹെൽപ്പാണ് ഈ വീഡിയോസ്. അപ്പോൾ ദയവായി അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. This may involve providing alternative formats or translations to accommodate diverse needs and preferences. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർ, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ, അല്ലെങ്കിൽ ഭാഷ മനസ്സിലാവാത്തവർ, ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ ഇൻസ്ട്രക്ഷൻ എഴുതിയെന്ന് വിചാരിക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, മലയാളത്തിൽ എഴുതി കൊടുക്കണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി വായിക്കാൻ പറ്റാത്ത ഒരാളാണ്, അപ്പോൾ ഓഡിയോ ആക്കിയിട്ട് അയച്ചു കൊടുക്കണം.
ഇനി ഓഡിയോ മാത്രം കേട്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് എന്താണ് ആവശ്യത്തിനുള്ള ഓൾട്ടർനേറ്റീവ് ഫോർമാറ്റ് മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റണമെന്നും ഫോർമാറ്റ് കണ്ടെത്തണമെന്നും പറയാൻ കാരണം. ഇനി ഇത്രയുമാണ് യൂണിറ്റ് 3യിൽ പ്രധാനപ്പെട്ട ഏരിയാസ്. ക്വിക്ക് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് കാണാം ആസ് യൂഷ്വൽ. ഫസ്റ്റ് സെറ്റ് 100 വേർഡ്സിലാണ്, സെക്കൻഡ് സെറ്റ് 200 വേർഡ്സ് ആണ്. ഈ 2 സെറ്റ് ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നവ തന്നെയാണ്. ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക എന്ന് മാത്രം. പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമായാൽ ഉടനെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് വെൽ? ഒന്നാമത്തെ ചോദ്യം, നിങ്ങളെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലുള്ള ലാഭങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബെയർ ഇൻ മൈൻഡ് വൈൽ ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ്? മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് സം ടിപ്സ് ടു കൺസിഡർ വെൻ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്? നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ്, ടിപ്സ് എന്തൊക്കെയാണ്? രണ്ടാമത്തെ സെക്ഷനിൽ ഡിസ്കസ് ദ കീ കമ്പോണൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻവോൾവ് ഇൻ ഇഫക്റ്റീവ്ലി ഗിവിംഗ് ഡിറക്ഷൻസ്? നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് പ്രൊവൈഡ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ടു ഇല്ലസ്ട്രേറ്റ് യുവർ പോയിന്റ്സ്? ശരിക്കുള്ള യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണം തന്നെ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നിർദ്ദേശം അല്ലെങ്കിൽ ദിശ കാണിച്ചു കൊടുക്കുന്നത്? ഗിവിംഗ് ഡിറക്ഷൻസ്, റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം എങ്ങനെയാണ് റിയൽ ലൈഫിൽ നിങ്ങൾ ഡിറക്ഷൻ കൊടുക്കുക, ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കീ കമ്പോണൻസ് എന്താണ് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഗിവ് ഇൻസ്ട്രക്ഷൻസ് ഫോർ മേക്കിംഗ് എ പേപ്പർ ഒറിഗാമി ബോട്ട് ഓർ ക്രിയേറ്റിംഗ് ഗ്രീറ്റിംഗ് കാർഡ് ആൻഡ് ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ്. ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കുക. ഞാൻ പറഞ്ഞില്ലേ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നത്, ഒറിഗാമി ആർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പേപ്പർ ഉപയോഗിച്ച് അത് പ്രത്യേക ഷേപ്പിലൊക്കെ മടക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഒറിഗാമി ബോട്ട് ഉണ്ടാക്കുക, എന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുക, എന്നിട്ടോ സ്റ്റെപ്സ് അതിൽ നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുക, ഔട്ട്ലൈൻ ചെയ്യുക. ഇൻക്ലൂഡ് മെറ്റീരിയൽ, വസ്തുക്കൾ ഉപയോഗിച്ചു എന്നുള്ളത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എനി അഡീഷണൽ ടിപ്സ്. ആവശ്യമുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് ചെയ്തത്, അഡീഷണലായി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതും ഇതൊരു നിർദ്ദേശമായിട്ട് എഴുതുക, ഇൻസ്ട്രക്ഷനായിട്ട് എഴുതുക എന്നാണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് വന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഏകദേശം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന പറഞ്ഞാൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. തേർഡ് പോയിന്റ്, ഗിവ് യുവർ വ്യൂസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് കൺസിഡറിങ് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വൈൽ ഇൻട്രൊഡ്യൂസിങ് സംവൺ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുക, നിങ്ങളുടെ കാഴ്ചപ്പാട് പറയുക, എന്തിനെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, എന്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ഓഫ് കൺസിഡറിങ് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, സാംസ്കാരികമായ പശ്ചാത്തലം പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എപ്പോൾ? വൈൽ ഇൻട്രൊഡ്യൂസിങ് സംവൺ, വേറെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സാംസ്കാരികമായ പശ്ചാത്തലം പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം പോയിന്റ് ഓഫ് വ്യൂ ആണ് എഴുതേണ്ടത്. വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാംസ്കാരികമായ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഓരോ സംസ്കാരത്തിനും ഓരോ രീതിയാണ്. ചില സംസ്കാരത്തിൽ നമ്മൾ ഫസ്റ്റ് നെയിം പറഞ്ഞിട്ട് പറയാം. ചില നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ സെക്കൻഡ് നെയിമാണ് ആദ്യം പറയേണ്ടത്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദി ഫോർമാലിറ്റി നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഉദാഹരണം പറയണമെന്നില്ല, പ്രാധാന്യം പറഞ്ഞാൽ മതി. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നു, പോസിറ്റീവ് ആസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, വ്യക്തിയെ കംഫർട്ടബിൾ ആക്കുന്നു, തുടർന്ന് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു. ഇതൊക്കെയാണ് ബേസിക് ആയ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫോർമാറ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവയെ തയ്യാറാക്കി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, വായന ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എക്സാമിനോട് അടുത്ത് വരുന്ന നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ബൈ.